Good morning. 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 Good morning, ma'am. Morning. Morning. PDF കാണാമോ? സ്ക്രീൻ കാണുന്നുണ്ട് ഇപ്പോ? കാണാമോ? യെസ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ട്രാൻസ്ഫർ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ വരെ പറഞ്ഞു. അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗമാണ് അതിന്റെ ഡോക്യുമെന്റേഷൻ അല്ലെ? യെസ്. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം.
The authentication of patient transfer is most significant but often missed as a part of transfer. Authentication എന്ന് പറയുന്നത് എന്താണ്? Authentication ഉള്ള മലയാളത്തിൽ അതിന് പ്രമാണീകരണം അല്ലെങ്കിൽ ആധികാരികത എന്നൊക്കെ പറയും അല്ലെ? ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താ? അതിന്റെ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രധാന മാർഗങ്ങളാണ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ആ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും അതിലുണ്ടായിരിക്കും. അപ്പൊ അത് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത, പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ഫർ വേളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന ഘടകമാണ് എന്താ? ഡോക്യുമെന്റ്സ്. പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഡോക്യുമെന്റ് പൂർണ്ണമായി ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, the authentication should always be obvious at all stages of transfer, since it was only legal report that patient was transferred. It must consist of the patient's condition, reason to transfer, name and designation of referring and receiving clinicians, details and status of important signs before the transfer, clinical events during the transfer and the treatment given. Okay, അതായത് ആ ഒരു ഡോക്യുമെന്റ്സ് പൂർണ്ണമായിട്ട് അത് ആധികാരികമായിട്ട് തന്നെ നമ്മളത് നിലനിർത്തിയിട്ടായിരിക്കണം പേഷ്യന്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആ ട്രാൻസ്ഫറിന്റെ സ്റ്റേജില് എല്ലാ ഡോക്യുമെന്റ്സും, അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഓൺലി ലീഗൽ റിപ്പോർട്ടാണ് അല്ലെ? പ്രത്യേകിച്ച് അതൊരു ലീഗൽ റിപ്പോർട്ട് പോലെ നമ്മൾ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുക? പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെ? പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ആളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന്റെ റീസൺ എന്താണ്, എവിടേക്കാണ് ആളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ റിസീവ് ചെയ്യുന്ന ക്ലിനിഷ്യൻസ്, ഡെസിഗ്നേഷൻസ് ആരാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സൈൻ ബിഫോർ ദ ട്രാൻസ്ഫർ. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റ് എന്തെങ്കിലും തരത്തില് മറ്റെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ, അതായത് പ്രസൻസ് ആ ഒരു സിറ്റുവേഷൻസിൽ എന്തൊക്കെ പേഷ്യന്റ് കാണിക്കുന്നു അതെല്ലാം തന്നെ ആക്യുറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ആ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്, നിലവിലുള്ള ആളുടെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം? ആ ലീഗൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റേഷൻസിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞ കാര്യങ്ങള്. ഓക്കെ, അപ്പൊ ഈ ലീഗൽ റിപ്പോർട്ടിൽ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് പേഷ്യൻസിന്റെ ഓൾ ഡീറ്റെയിൽസ് അല്ലെ, കൊണ്ടുപോകുന്നത് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസ് അതിൽ രേഖപ്പെടുത്തിയിരിക്കും. A standardized testimony should be used and sustained both for intra and inter-hospital transfer. This legal paper should be used for audit purpose for investigating the defects in the patient transfer. A standardized testimony എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റിമണി നിങ്ങൾ സാക്ഷ്യപത്രം എന്ന് കേട്ടിട്ടുണ്ടാവും. സാക്ഷ്യപത്രം എന്താണ്? സാക്ഷ്യപത്രം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നിർബന്ധമായിട്ട് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെസ്റ്റിമണി അല്ലെങ്കിൽ ഒരു സാക്ഷ്യപത്രം നിർബന്ധമാണ്. അത് ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും ഇൻട്രാ ട്രാൻസ്ഫർ ആണെങ്കിലും എന്താണ്? നമ്മുടെ ആ ഒരു സമ്മതപത്രം അല്ലെ, ആ ഒരു സമ്മതം ഇല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ സമ്മതമില്ലാതെ എന്താണ് ഇതിനെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിമണി ബോത്ത് ഇൻട്രാ ആൻഡ് ഇന്റർ ട്രാൻസ്ഫറിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം ഈ ലീഗൽ പേപ്പേഴ്സ്, അതായത് ഈ ടെസ്റ്റിമണീസ് ഒക്കെ നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ പർപ്പസുമായിട്ട് പേഷ്യന്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തില് ഇൻ കേസ് ഓഫ് കേസസുകളോ അതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, പ്രത്യേകിച്ച് ഓഡിറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ഈ പേപ്പറും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കേസോ അല്ലെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊരു തെളിവാണ്. ഓക്കെ, എന്തെങ്കിലും പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടും ലീഗലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് എന്ത്, അവരുടെയും കൂടി സമ്മതം നമ്മുടെ കയ്യിലുള്ള ആ ഒരു പേപ്പേഴ്സ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അത് അല്ലെങ്കിൽ ഓഡിറ്റ് പർപ്പസിന് അല്ലെങ്കിൽ മറ്റു നിയമപരമായിട്ടുള്ള പല രേഖകൾക്കും എന്താണ് ഈ ഒരു ടെസ്റ്റിമണി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായില്ല?
നമ്മൾ എന്തിനാണ് സമ്മതം കൊടുക്കുന്നത്? ട്രാൻസ്ഫർ വേളയിൽ നമ്മൾ എന്തിനാണ് സമ്മതം കൊടുക്കുന്നത്? ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മളോട് റിസ്കും ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അതെല്ലാം കേട്ടിട്ട് എന്ത് കൊടുക്കുന്നു? ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനത്തില് പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് കൂടി സമ്മതിക്കുന്നില്ലേ? ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമ്മതപത്രം അവരിൽ നിന്ന് വാങ്ങിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സമ്മതപത്രം വാങ്ങിക്കുന്നത്? പറയേ. എന്തെങ്കിലും ഇൻ കേസ് ആ പേഷ്യന്റിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലോ ഡോക്ടേഴ്സ് അതിന് ഉത്തരവാദികളല്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അത്തരത്തില് അവരിൽ നിന്ന് ആ ഒരു ടെസ്റ്റിമണി നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഓഡിറ്റുകൾക്കും അല്ലെങ്കിൽ തന്നെ പേഷ്യന്റ് ഇത്തരം സെൻസിറ്റീവ് സിറ്റുവേഷൻസ് വന്നാൽ ഇത് ലീഗലായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ സാക്ഷ്യപത്രം അവരെ സഹായിക്കും. ഓക്കെ, മനസ്സിലായോ? There should be an official handling over and receiving facility between the transferring team and the receiving team, who include the doctors and nurse. The different reports of clinical investigation and diagnostic studies should be transferred to the acquiring team. The last one എന്താണ്? ട്രാൻസ്ഫർ പ്രക്രിയ അവസാനിക്കുന്ന ഘട്ടത്തിലുള്ള ഒരു ജസ്റ്റ് ലാസ്റ്റ് പ്രൊസീജിയർ ആണെന്ന് ഒഫീഷ്യൽ ഹാൻഡ്ലിംഗ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. അതായത് കൊണ്ടുപോകുന്ന ഫെസിലിറ്റിയിൽ നിന്നും റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിനെ അവിടെ ഹാൻഡ് ഓവർ ചെയ്യാണ് അല്ലെ. ആ പേഷ്യന്റ് അവിടെയാണ് നമ്മൾ പേഷ്യന്റിനെ പൂർണ്ണമായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഒഫീഷ്യൽ ഹാൻഡ്ലിംഗ് ആണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ കൊണ്ടുപോകുന്നത് ആ ഹോസ്പിറ്റൽ ടീം റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയിലേക്ക് പേഷ്യന്റിനെ കൈമാറുന്നു. ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രക്രിയയോട് കൂടി എന്താണ്? ട്രാൻസ്ഫർ പ്രക്രിയ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, വെറുതെ ആണോ നമ്മൾ അവരെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്? പേഷ്യന്റിന് വെറുതെ ആണോ ഹാൻഡ് ഓവർ ചെയ്യുന്നത്? വെറുതെ അവിടെ കൊണ്ട് നാക്കാണോ ചെയ്യുന്നത്? അല്ല അല്ലെ. ഈ ഒരു ഫെസിലിറ്റി ടീമിന്റെ കൂടെ തന്നെ ഒഫീഷ്യൽ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ഡോക്ടേഴ്സും നഴ്സസ് അടങ്ങിയ ഒരു ടീം തന്നെ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പേഷ്യന്റുമായി പെട്ടുള്ള എല്ലാ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും ഡയഗ്നോസിസ് റിപ്പോർട്ട്സുകളെല്ലാം തന്നെ എന്താണ്? ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും അവരുമായിട്ട് കൈമാറിയതിനു ശേഷം മാത്രമായിരിക്കുള്ളൂ. അതായത് പേഷ്യന്റ് പ്രസന്റ് കണ്ടീഷൻ വരെ അവിടെ നിന്നവരെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കുള്ളൂ ആ ഒരു പ്രക്രിയ അവിടെ അവസാനിക്കുന്നത്. അതായത് അനന്തര ഫെസിലിറ്റിയിലേക്ക് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നു? ആ പേഷ്യന്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതോടുകൂടി ട്രാൻസ്ഫർ പ്രക്രിയ അവിടെ അവസാനിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അക്വയറിംഗ് ടീം എന്ന് പറയുന്നത് ആരാണ്? അപ്പൊ നമ്മള് റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയിലെ ടീമിനാണ് കേട്ടോ അക്വയറിംഗ് ടീം എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് കൈമാറുന്നതോടുകൂടി ട്രാൻസ്ഫർ പ്രോസസ്സുകൾ കംപ്ലീറ്റഡ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് എന്ത്? അതിന്റെ പ്രമാണീകരണം, അതിന്റെ ആധികാരിക നിലനിർത്താനായിട്ട് നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം. പ്രത്യേകിച്ച് ആ ലീഗൽ റിപ്പോർട്ടിലെ എല്ലാ പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസന്റ് കണ്ടീഷൻ, മെയിൻ കണ്ടീഷൻ മുതൽ പ്രസന്റ് കണ്ടീഷൻ വരെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് കൊടുത്തു, ഏതൊക്കെ ക്ലിനിക്കൽ ഇവന്റ്സ് ആണ് ട്രാൻസ്ഫറിന്റെ വേളയിൽ ഉണ്ടായത്, പിന്നെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിൽ നിന്നുള്ള ടെസ്റ്റ് കൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങിയിരിക്കണം. അതിലൂടെ ട്രാൻസ്ഫർ ആണെങ്കിലും ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും നിർബന്ധമാണ്. ഈ ലീഗൽ പേർപ്പേഴ്സ് പലതരത്തിലുള്ള ഓഡിറ്റിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് ഉപകരിക്കുന്നതാണ് ഈ ഒരു സാക്ഷ്യപത്രം എന്ന് പറയുന്നത്. ദെൻ ഈ പേഷ്യന്റിനെ നമ്മൾ റിസീവിംഗ് ഫെസിലിറ്റിയിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ആർക്കും ഉണ്ടായിരിക്കും? പേഷ്യന്റിന്റെ കൂടെ ഡോക്ടേഴ്സ്, നഴ്സ് അടങ്ങുന്ന ഒരു ടീം ആയിരിക്കും ഉണ്ടായിരിക്കുക, റിസീവിംഗ് ടീം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എല്ലാ റിപ്പോർട്ട്സുകളും ഓറലി അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് സഹിതം എല്ലാ റിപ്പോർട്ടുകളും അവർ പരസ്പരം ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ആ പ്രക്രിയ അവിടെ അവസാനിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ട്രാൻസ്ഫർ പേഷ്യന്റിന്റെ ഭാഗങ്ങൾ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ ഒന്ന് നോക്കി പോയ എക്സാമിന് മുന്നേ ചിലപ്പോൾ റിവിഷൻ കിട്ടിയില്ലെങ്കിലോ. ഒന്ന് അതിന്റെ ഡെഫിനേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഡെഫിനേഷൻ പഠിക്കണം, പർപ്പസ് പഠിക്കണം. ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഒക്കെ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ? അറിയാം.
ഈ പോയിന്റ്സുകളും എളുപ്പമാണ്. ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റീസ്. ഈ കീ എലമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. കീ എലമെന്റ്സ് പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ ഇല്ലായിട്ടുള്ള പേഷ്യന്റിന് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തുള്ള കീ എലമെന്റ്സുകൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻസ്, ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്, പിന്നെ എയർ ട്രാൻസ്പോർട്ടിൽ ബെനിഫിറ്റ് ആവുന്ന പേഷ്യൻസ് ഏതൊക്കെയാണ്, ആ കണ്ടീഷൻസിന്റെ പേരുകളൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ ലെവൽ 0 to level 3 വരെയുള്ള കാറ്റഗറീസിൽ വരുന്ന പേഷ്യൻസ് ആരൊക്കെയാണ്, അവരുടെ കൂടെ കമ്പനി ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ഓക്കെ, ഓക്കെ ആണോ? നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. വാട്ട് ഈസ് ഡിസാസ്റ്റർ? ചാപ്റ്റർ എടുക്കട്ടെ കേട്ടോ. ചാപ്റ്റർ 7 ആണ്. മൊഡ്യൂൾ 3 ചാപ്റ്റർ 7. നിങ്ങളുടെ നമ്പർ വ്യത്യാസം ഉണ്ടാകുന്ന അറിയില്ല, പേര് നോക്കി എടുക്കുക. 59, പേജ് നമ്പർ 59. ഇന്ന് വളരെ കുറച്ച് കുട്ടികളുള്ളല്ലോ. ചാപ്റ്റർ എടുക്കട്ടെ കേട്ടോ. PDF എല്ലാം ഒരുമിച്ച് കിടക്കുവാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചാപ്റ്റർ 7. ഇവിടെ ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം. നമ്മള് ഈ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നോർമൽ നമ്മുടെ ദുരന്തങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ, സ്വാഭാവികമായിട്ട് നടക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇനി ഇടയ്ക്ക് എങ്ങാനും വെച്ച് റെക്കോർഡ് കാണുന്ന കുട്ടികളാണെങ്കിൽ ഇത് ഇക്കണോമിക്സ് ക്ലാസ് ആണോ ജോഗ്രഫി ക്ലാസ് ആണോ എന്നൊന്നും തോന്നണ്ട. ഫസ്റ്റ് നമ്മള് കുറച്ച് ഭാഗങ്ങൾ കംപ്ലീറ്റ് കോമൺ ആയിട്ടുള്ള ഡിസാസ്റ്റർ ദുരന്തങ്ങളെ കുറിച്ചിട്ട് അതിന്റെ ടൈപ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന് ശേഷമാണ് നമ്മള് എന്താ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് കിടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്ന എന്താണ്, ജനറൽ ആയിട്ട് നടക്കുന്ന ദുരന്തങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം പോലെയാണ് ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മള് ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ, ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നു, ഏതായിരുന്നു ഈ അടുത്ത കാലത്ത് കണ്ടത്? കേരളത്തിലെ ചൂരൽമലയിലുണ്ടായ ലാൻഡ് സ്ലൈഡ് അല്ലെ, ഉരുൾപൊട്ടൽ. ഓക്കെ, അതെല്ലാം നമുക്ക് ഏതാ നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങളായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസുകളായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡിസാസ്റ്റർ ഹാവ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് എവർ സിൻസ് ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് ആൻഡ് ഹാവ് മോൾഡഡ് ദ ഡെസ്റ്റിനി ഓഫ് ദ എർത്ത് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. ഓക്കെ, നമ്മുടെ ഒരു ചരിത്രാതീത കാലം മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദുരന്തങ്ങൾ അപ്പം മുതലേ ഉണ്ട് അല്ലെ. ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, ദുരന്തങ്ങൾ കാണാൻ സാധിക്കില്ലേ, അനവധി കാലഘട്ടങ്ങളിലുണ്ട്. പക്ഷെ ഒരുപാടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും കിട്ടിട്ടില്ല അല്ലെ. പഴയ കാലങ്ങളിൽ ഉണ്ടായ ദുരന്തങ്ങളൊന്നും. പിന്നെ നമ്മളെങ്ങനെ പറയും, 99-ലെ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 99-ലെ വെള്ളപ്പൊക്കം കേട്ടിട്ടില്ല. ഓക്കെ, അതൊക്കെയാണ് പിന്നെ നമ്മൾ കേട്ട് വന്നിരുന്ന ദുരന്തങ്ങൾ. അല്ലാതെ ഹിസ്റ്ററീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, മനുഷ്യനും ഭൂമിക്ക് ഒരേപോലെ അപകടം സംഭവിക്കാവുന്ന തരത്തിലുള്ള സംഭവിച്ച പല ദുരന്തങ്ങളും എന്താണ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ദുരന്തം ഉണ്ടായ ഒരു ഭാഗത്തെ മാത്രമാണോ ബാധിക്കുന്നത്? ഒരു ഭാഗത്തെ മാത്രമാണോ ബാധിക്കുന്നത് ഒരു ദുരന്തം ഉണ്ടാവുമ്പോ? ചെറിയ പോർഷൻ മാത്രമാണോ ബാധിക്കുന്നത്? അല്ല അല്ലെ.
ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ നോക്കാം. The disaster even affects every community and no community is free from it. ആദ്യമൊക്കെയാണെങ്കിൽ ഒരുമിച്ചായിരിക്കും വരുന്നത് അല്ലെ. ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിറ്റിയും അതിൽ നിന്ന് എന്താണ് ഫ്രീ ആവുന്നില്ല, അതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. എല്ലാവരെയും ഒരേപോലെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. The disaster may be second major human problem after war. ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. The disasters may be the second major human problem after war. എന്താണ്, നമ്മൾ വാറിന് ശേഷം നമ്മുടെ എല്ലാവരും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാറാണ് അല്ലെ, യുദ്ധമാണ്. യുദ്ധം കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പ്രോബ്ലം ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെയാണ്. ഓക്കെ, അപ്പോ സെക്കൻഡ് മേജർ ഹ്യൂമൻ പ്രോബ്ലം ആഫ്റ്റർ വാർ എന്ന് പറയുന്നത് എന്തിനെയാണ്, ഡിസാസ്റ്റേഴ്സ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്യണേ. Disasters may be the second major human problem after war. In respect of monetary damage and the number of people killed or affected. അപ്പൊ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, മോണിറ്ററി ആയിട്ടുള്ള ഡാമേജസ് അല്ലെ. മോണിറ്ററി ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിറ്ററി ഡാമേജ് എന്താണ്, മോണിറ്ററി ഡാമേജ് എന്ന് പറയുന്നത് മോണിറ്ററി എന്ന് പറയുന്നത് എന്ത് വാക്കാണ്, മോണിറ്ററി. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, മോണിറ്ററി ഡാമേജ് എന്ന് പറയുമ്പോൾ ദുരന്തം ഉണ്ടാകുമ്പോൾ മോണിറ്ററി ഡാമേജ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്താണ് സംഭവിക്കുന്നത്. അല്ലാതെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എന്താണ്, പീപ്പിൾ കിൽഡ് ഓർ അഫക്റ്റഡ്. ഒരുപാട് പേര് അവിടെ മരണപ്പെടുകയും ചെയ്യുന്നു, പലർക്കും അത് അഫക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രദേശത്തിന് എന്താണ് സംഭവിക്കുന്നത്, എല്ലാം നശിക്കുകയാണ് അല്ലെ. മൊത്തത്തില് എല്ലാ എക്കണോമിക് ആയിട്ട് സോഷ്യലായിട്ട് കൾച്ചറലായിട്ട് എല്ലാ ആസ്പെക്ട്സുകളും അവിടെ നശിക്കുകയാണ്. ഓക്കെ, മാത്രമല്ല മില്യൺ ഓഫ് പീപ്പിൾ fall victims annually by natural disasters and resulting number of deaths. അല്ല, നമ്മള് പ്രത്യേകിച്ച് നമുക്കറിയാം മഴക്കാലങ്ങളായി കഴിഞ്ഞാലാണ് എന്ത് രൂപപ്പെടുന്നത്, പ്രധാനമായിട്ടും ഇത്തരത്തില് ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. മഴയുടെ ആ ഒരു സീസൺ എടുക്കുന്ന സമയത്താണ് പ്രധാനമായിട്ട് ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സംഭവങ്ങൾ തുടങ്ങുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഭൂമികുലുക്കം നമുക്ക് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം അല്ലെ. പ്രവചനാതീതമാണ്, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്താണ്, പ്രത്യേകിച്ചെങ്കിലും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് ഓഫ് ദുരന്തങ്ങളാണ് എന്ത്, ഒന്ന് മഴ സീസൺ അടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകള്, അല്ലെങ്കിൽ എന്താണ് ഇത്തരം നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്, ഫ്ലഡ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള്. ഓക്കെ, അപ്പൊ ഇത്തരം സിറ്റുവേഷൻ, അതായത് ഓരോ വർഷവും എന്താണ് ആനുവലി നാച്ചുറൽ എന്താണ് പല രീതിയിലുള്ള ഒരു കൊല്ലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അതിലെ നമ്പർ ഓഫ് ഡെത്ത്സ്, ആളുകൾ എത്രത്തോളം മരിക്കുന്നുണ്ട്, എണ്ണയാൽ തീരാത്ത ആൾക്കാര് മരണപ്പെട്ടതായിരുന്നു. നമുക്ക് ചിലപ്പോ ഇപ്പോഴും എന്നാ ചൂരൽമലയിൽ ഉണ്ടായ അപകടം കാരണം ഇപ്പോഴും പലരും മണ്ണിനടിയിലുണ്ട് അല്ലെ. നമുക്കറിയില്ല, ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയെങ്കിൽ ഇപ്പോഴും എന്താണ് കുറെ പേരൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. കണക്കുകൾ പ്രകാരം ഇനിയും മിസ്സിംഗ് ആണ് പല ആൾക്കാരും. പക്ഷെ അവരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരിക്കും. അതിൽ പലരും ഒഴുകി എവിടെയെങ്കിലും അടിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഭൂമിനടിയിലോട്ട് തന്നെ പോയിട്ടുണ്ടാവും അല്ലെ. യെസ്, ഒരുപാട് പേർ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ സഫർ ചെയ്തിട്ടുണ്ട്. പലരുടെയും ജീവൻ ആ ഒരു സമയത്ത് എന്താണ് നഷ്ടമായിട്ടുണ്ട്. ഇക്കണോമിക് ആയിട്ടുള്ള ലോസ് വരെ അവിടെ സംഭവിക്കാനാണ്. ഒരു കംപ്ലീറ്റ് ഒരു കമ്മ്യൂണിറ്റി ഇല്ലാണ്ടാവുമ്പോൾ തന്നെ എല്ലാ ആസ്പെക്ട്സും അവിടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എങ്ങനെയുള്ള കൺട്രീസിനെ ആയിരിക്കും, ദരിദ്ര രാജ്യങ്ങളെയായിരിക്കും അല്ലെ. അതായത് പുവറസ്റ്റ് കൺട്രീസിനെയാണ് മോസ്റ്റ് എഫക്റ്റഡ് ബൈ ഡിസാസ്റ്റർ ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി. ദരിദ്ര രാജ്യങ്ങളെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇക്കണോമിക് ആയിട്ടും സോഷ്യലായിട്ടും എന്താണ് അത്തരം ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അവരാകെ തകർന്നു പോകും. എങ്ങനെയുള്ള രാജ്യങ്ങള്, പുവറസ്റ്റ് കൺട്രീസ് അല്ലെ, ദരിദ്ര രാജ്യങ്ങളാണ് ഡിസാസ്റ്റർ സമയത്ത് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത്. ഓക്കെ,
യെസ്, ഇത് കോമൺ ആയിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടം അല്ലെ ഏറ്റവും പുറകിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ കാലഘട്ടം മുതൽ എന്താണ് ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്കും ഭൂമിക്കും ഒരേപോലെ തന്നെ നാശകരമാകുന്ന രീതിയിലുള്ള ദുരന്തങ്ങളാണ് സംഭവിച്ചിരുന്നത്. അതിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി തന്നെ ഫ്രീ ആവുന്നില്ല. ഇനി ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യന്റെ മറ്റൊരു പ്രോബ്ലം, ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടത് യുദ്ധമാണ്. യുദ്ധത്തിന് ശേഷം ഒരു സെക്കൻഡ് പ്രോബ്ലം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണ്? ഡിസാസ്റ്ററിനെയാണ്. ഓക്കെ, അതിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, പലരെ അഫക്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് ആനുവലി നടക്കുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നമ്പർ ഓഫ് ഡെത്ത്സ് കൂടുതലാണ്. അതേപോലെ ഇക്കണോമിക് ലോസസ് ഉണ്ടാകുന്നു. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദരിദ്രരായിട്ടുള്ള രാജ്യങ്ങളെയാണ്. ഓക്കെ, അവർ ഇക്കണോമിക്കലി ആയിട്ടും സോഷ്യലി ആയിട്ടും ഇത്തരം ദുരന്തങ്ങൾ അവരെ പാടെ തകർക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ചൂരൽമലയിലൊക്കെ നടന്ന ദുരന്തങ്ങളിലൊക്കെ ആ സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ സമയത്ത് കുറെ ആൾക്കാർ അവിടെ എത്തിച്ചേർന്നിട്ടില്ല. നിന്റെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? കുറെ വോളണ്ടിയേഴ്സ്, പോലീസ്, മറ്റു സംഘങ്ങളെല്ലാം എത്തിച്ചേർന്ന ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ പിള്ളേരെ? യെസ്. ശരിക്കും അത് എന്ത് തരം പ്രക്രിയയാണ് അവിടെ അപ്പൊ നടക്കുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് അല്ലെ? ആ ദുരന്തം ഉണ്ടായി, പക്ഷെ ദുരന്തം ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് അത് കണ്ടില്ല എന്ന് കാണാൻ പറ്റുമോ? ഇല്ല. രക്ഷപ്പെടുത്താനുള്ളവർ രക്ഷപ്പെടുത്താൻ, മരണപ്പെട്ടവരെ എന്താണ് അവരെ അതിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ അഫക്റ്റഡ് ആയവർക്ക് വേണ്ട ചികിത്സ നൽകി അവരെ രക്ഷപ്പെടുത്തുക. ഓക്കെ, അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ഒരു പ്രക്രിയ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergency. Disaster management ദുരന്തം മാനേജ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് എല്ലാത്തരം റിസോഴ്സസുകളും ഉപയോഗിച്ചുകൊണ്ട്, ആവശ്യത്തിന് അതിലുള്ള സ്റ്റാഫുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് എമർജൻസി സിറ്റുവേഷൻസിന് ആ സമയത്ത് നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് വെറുതെ പോയി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതിന് എന്ത് വേണം? പെർട്ടിക്കുലർ പ്രിപ്പയർഡ്നെസ് ആവശ്യമാണ് അല്ലെ? പ്രിപ്പയർഡ് ആയിരിക്കണം, ആവശ്യത്തിനുള്ള റിസോഴ്സസുകൾ നമ്മൾ റെഡിയാക്കണം. എന്താണ് സ്റ്റാഫുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കണം. ഇതെല്ലാം റെഡിയാക്കി മാത്രമേ നമുക്ക് അതിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നെ പ്രിപ്പയർഡ് ആയാൽ മാത്രമല്ല, നമ്മൾ അതിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ആ ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ ചെന്നിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതിൽ നിന്ന് ആൾക്കാരെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കണം, ഇനി മറ്റ് ആഫ്റ്റർ എഫക്ട്സുകൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്താണ് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസാസ്റ്റർ ആ ഒരു സിറ്റുവേഷൻസിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊരു വലിയൊരു പ്രക്രിയ തന്നെയാണ് കേട്ടോ. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ, എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ നേരിടണമെങ്കിൽ എന്താണ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആവണം. അതിലെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അവിടെ നിന്നുള്ള ആൾക്കാരെ എങ്ങനെ റിക്കവർ ചെയ്യണം, ബാക്കിയുള്ള മറ്റ് എഫക്ട്സുകൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യണം എന്നതൊക്കെ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നല്ല പൂർണ്ണമായി എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. മനസ്സിലായോ പറഞ്ഞത്? ഇനി WHO എന്ന് പറഞ്ഞത് എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. എന്താണ് ഒരു ദുരന്തം എന്ന് പറയുന്നത്? ഓക്കെ, ഡിസാസ്റ്റർ ഓഫ് ഡെഫിനേഷൻ എന്താണ്? WHO defines disaster as any occurrence that causes damage, ecological disruption, loss of human life, deterioration of health and health services on a scale sufficient to warrant an extraordinary response from outside the affected community or area. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നത്, ദുരന്തത്തെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഈ താഴെ പറയുന്ന ഈ കാരണങ്ങൾ കണ്ടോ, ഡാമേജ് എന്തെങ്കിലും തകർച്ച ഉണ്ടാകുമ്പോഴോ, ഡിസ്ട്രപ്ഷൻ, ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരിസ്ഥിതികമായിട്ടുള്ള തകർച്ച, അല്ലെങ്കിൽ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്താണ്? മനുഷ്യജീവന്റെ നഷ്ടപ്പെടൽ അല്ലെ? മനുഷ്യജീവൻ മരണപ്പെടൽ. ഓക്കെ, then deterioration of health and health services.
എന്താണ് ആരോഗ്യ സംവിധാനങ്ങളും സർവീസസുകളും പരാജയപ്പെടുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ പൂർണ്ണമായി നശിക്കുന്ന ഒരു സിറ്റുവേഷനെ മാത്രമാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് എന്താണ്, ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ആരോഗ്യ സംവിധാനങ്ങൾക്കും എന്തെങ്കിലും തകരാറ്, പ്രത്യേകിച്ച് പരിസ്ഥിതിക്കും ജനങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കുന്നത്, ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അതായത് ഒന്ന് നോട്ട് ചെയ്യാം, ജനങ്ങള്, പരിസ്ഥിതി, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് കാര്യമായിട്ടുള്ള ദോഷം സംഭവിക്കുമ്പോൾ, അതായത് നമുക്ക് താങ്ങാനാവാത്ത രീതിയിലുള്ള ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സ് അവിടെ നടന്നു കഴിയുമ്പോൾ മാത്രമാണ് അതിനെ എന്തായിട്ട് കണക്കാക്കുന്നത്, നമ്മള് ഒരു ദുരന്തമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അല്ലാതെ ചെറുതായിട്ട് നടക്കുന്ന ഡാമേജസിനൊന്നും നമ്മൾ എന്താണ് അത് ഡിസാസ്റ്റർ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യില്ല. എന്ത് സംഭവിക്കുമ്പോൾ മാത്രമാണ് അത് ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്, പരിസ്ഥിതിക്ക് നാശം സംഭവിക്കണം, ഹ്യൂമൻ ലൈഫ് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ സംവിധാനങ്ങളിൽ അപജയം ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കുന്നത്, ഒരു ദുരന്തമായിട്ട് അതിനെ പ്രഖ്യാപിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? മനസ്സിലായില്ല? കുറച്ചു പേർക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അത് നമ്മൾ ദുരന്തമായിട്ട് പറയോ? ഇല്ല. ജസ്റ്റ് പരിക്കുകൾ മാത്രം പറ്റിയതിന് നമ്മൾ ഒരിക്കലും ദുരന്തമായിട്ട് പറയില്ല. എന്ത് സംഭവിക്കുമ്പോഴാണ് ആ പോയിന്റുകൾ നോട്ട് ചെയ്യണം കേട്ടോ. തകർച്ച ഉണ്ടാവണം, മൊത്തത്തിലെ കമ്മ്യൂണിറ്റി തകരണം, അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ട് തകർച്ച സംഭവിക്കണം, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഉണ്ടാവണം, ആരോഗ്യ സംവിധാനങ്ങളെല്ലാം തന്നെ എന്താണ്, എല്ലാം ദോഷം വരുന്ന സിറ്റുവേഷൻസ് ആണ് ദുരന്തമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇനി ഈ ദുരന്തങ്ങള് രണ്ട് ടൈപ്സ് ഉണ്ട്. ടീച്ചർ ആദ്യമേ പറഞ്ഞു നമ്മുടെ കോമൺ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ പറ്റിയാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുന്നത്. ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, ഡിസാസ്റ്റേഴ്സ് രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഡിസാസ്റ്ററും ഇന്റേണൽ ഡിസാസ്റ്ററും. എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ വരുന്നത് പഠിക്കണം കേട്ടോ, കാണാതെ പഠിക്കാനുള്ളതാണ്. ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, complex automobile accident, explosion, flood, aeroplane accident, tornado, tsunami, earthquake, man-made disaster like crimes. Okay, external ആയിട്ട് വരുന്ന ദുരന്തങ്ങൾ എന്ന് പറഞ്ഞ എന്തൊക്കെയാണ്? ട്രെയിൻ ആക്സിഡൻസ്, ബോട്ട് ആക്സിഡൻസ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്. അതെന്താണ് കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് എന്ന് പറയുന്നത്? ശരിക്കും അതിനെ നമ്മൾ മൾട്ടി വെഹിക്കിൾ ആക്സിഡന്റ് എന്ന് പറയും അല്ലെ. അതായത് കാരണം അറിയാൻ പറ്റില്ല അല്ലെ, ഒരുപാട് വാഹനങ്ങൾ ഒരുമിച്ച് ആക്സിഡന്റ് ആയിട്ടുണ്ടാവാം അല്ലെ. ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇന്റർസെക്ഷൻ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു മെയിൻ ട്രാഫിക്സിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഒരേ സമയം ആക്സിഡന്റ് ആയിട്ടുണ്ടാവും. കാരണം അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നമുക്ക് കുറെ ആക്സിഡന്റ്സുകൾ കാണാറുണ്ട് അല്ലെ. എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോ എന്താണ് ആദ്യം സംഭവിച്ചത് അതിന്റെ പിന്തുടർന്നായിരിക്കും ബാക്കിയുള്ള വാഹനങ്ങൾ ഇടിച്ചിട്ടുണ്ടായിരിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി വെഹിക്കിൾ ആക്സിഡന്റ് അഥവാ കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡൻസ് എന്ന് പറയുന്നത്. അത് ഏത് തരം ഡിസാസ്റ്റർ ആണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസാസ്റ്ററുകളാണ് കേട്ടോ. മനസ്സിലായോ? എന്താണ് കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് എന്ന് പറയുന്നത്? മൾട്ടി വെഹിക്കിൾ ആക്സിഡന്റ് ആണ് കേട്ടോ. കാരണം അറിയാതെ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒരുപാട് വാഹനങ്ങൾ ഒരേ സമയം ആക്സിഡന്റ് ആവുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ കാറ്റഗറിയിൽ കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലോഷനും ഫ്ലഡും അറിയാലോ. എക്സ്പ്ലോഷനും ഫ്ലഡ്സും എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് ആണ്. എയറോപ്ലെയിൻ ആക്സിഡന്റ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ വരുന്നതാണ്. ടൊർണാഡോ, എന്താണ് ടൊർണാഡോ? ചുഴലിക്കാറ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചുഴലിക്കാറ്റ്, സൈക്ലോൺ. ഓക്കെ, അതുപോലെ തന്നെ സുനാമി, എർത്ത്ക്വേക്ക്, ഇതെല്ലാം തന്നെ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ വരുന്നതാണ്. അടുത്ത നോക്കി, മാൻമെയ്ഡ് ഡിസാസ്റ്റർ. മനുഷ്യരുണ്ടാക്കുന്ന കുറച്ച് ലഹളകളുണ്ട് അല്ലെ, വർഗീയ ലഹളകള്, ലൈക്ക് റൈറ്റ്സ്, നമ്മള് കമ്മ്യൂണൽ റൈറ്റ്സ് എന്നൊക്കെ പറയില്ലേ. കമ്മ്യൂണൽ റൈറ്റ്സ്, മനുഷ്യരുണ്ടാക്കുന്ന ലഹളകള്, കലാപങ്ങൾ, അതാണ് റൈറ്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ പേരുകള് പഠിക്കുക. ഇനി ഇന്റേണൽ ഡിസാസ്റ്റർ വരുന്നത് എന്തൊക്കെയാണ്?
bomb threat, fire, medical gas leakages. Bomb threat, ബോംബ് ഭീഷണികൾ, എന്തെങ്കിലും തരത്തിലുള്ള ഫയർ, തീപിടുത്തങ്ങള്, മെഡിക്കൽ ഗ്യാസ് ലീക്കേജസ് ഒക്കെ എല്ലാം തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് ചോദിക്കാം. ഓഡ് വൺ ചോദിച്ചിട്ട് ചിലപ്പോൾ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിൽ ഇപ്പൊ ടൊർണാഡോ, സുനാമി, എർത്ത് വന്നിട്ട് മെഡിക്കൽ ഗ്യാസ് ലീക്കേജ് വരും. ഇതിലെ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഒറ്റയാനെ കണ്ടെത്തുക. ഏതാണ് അപ്പോ ആൻസർ? മെഡിക്കൽ ഗ്യാസ് ലീക്കേജ്. ഓക്കെ, then bomb threat, മെഡിക്കൽ ഗ്യാസ് ലീക്കേജ്, ഫയർ, എക്സ്പ്ലോഷൻ. ഇതിൽ ഏതാണ് ഓഡ് വൺ? ഓഡ് വൺ ഏതായിരിക്കും? എക്സ്പ്ലോഷൻ. യെസ്, വെരി ഗുഡ്. കണ്ടോ, അങ്ങനെ ഒരു രീതിയിൽ ചോദിക്കാം കേട്ടോ. അപ്പോ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഏതാണ്, ഇന്ത്യൻ ഡിസാസ്റ്റർ ഏതാണ് നമ്മൾ പഠിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് മേജർ ഡിസാസ്റ്റേഴ്സ് ആണ്. അതായത് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നടന്ന രാജ്യത്ത് നടന്ന പല പ്രധാനപ്പെട്ട ഡിസാസ്റ്ററിന്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളതൊന്നും പഠിക്കണ്ട, പേരുകൾ മാത്രം നോക്കി വയ്ക്കും. ഏതൊക്കെയാണ് മേജർ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, affected 2 lakh people, 3,000 lives lost. Then cyclone in Andhra Pradesh and Orissa. Interval of every 2 years climbed into 25. എത്ര പേർക്കാണ് ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നത് നോക്കി. സൈക്ലോൺ വന്നിട്ട് 25,000 പേർക്ക്, 25,000 പേർക്കാണ് എന്താ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലെ, സൈക്ലോൺ. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഒരു ദുരന്തം ഉണ്ടാക്കുമ്പോൾ എത്ര പേരുടെ ജീവിതമാണ് പോകുന്നത് നോക്കി. ഇതൊരു ഒഫീഷ്യൽ കണക്ക് മാത്രമായിരിക്കുള്ളൂ അല്ലെ, പക്ഷെ കണ്ടെത്താത്ത എത്രയോ മരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, പിന്നെ എർത്തുഗേക്ക് ഇൻ ലാറ്റൂരിൻ മഹാരാഷ്ട്ര 1993. സുനാമി, ഇതറിയാലോ. സുനാമി എന്താണ് വന്നത് നിങ്ങൾക്ക്? സതേൺ ഇന്ത്യയില്, സതേൺ ഇന്ത്യൻ കോസ്റ്റ് ലൈനില് 26 ഡിസംബർ 2004 അല്ലെ. ഏകദേശം 27 ലക്ഷം പേര് അഫക്ട് ചെയ്തതാണ് സുനാമി. ഓക്കെ, 273 പേര് മരണപ്പെട്ടു, 2.39 ലാഖ് ഹോംലെസ്. അവർക്ക് ഇത്രയും പേർക്ക് എന്താണ് വീടുകൾ നഷ്ടപ്പെട്ടു. സുനാമിയുടെ ഡീറ്റെയിൽസ് അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ക്രിസ്മസ് കഴിഞ്ഞ് തൊട്ട് മുറ്റേ ദിവസം വന്നത് ഓർമ്മയുണ്ടോ? ഓക്കെ, ഇവിടെ എന്താണ് പഠിക്കേണ്ടത്? നിങ്ങൾ പേരുകൾ പഠിക്കുക കേട്ടോ. മേജർ ഡിസാസ്റ്റർ ആ ഒരു പ്ലേസും പഠിച്ചു വെക്കാം. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ പ്ലേസ് പറഞ്ഞിട്ട് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എവിടെയാണ് നടന്നത്? ഭോപ്പാൽ. ദെൻ സൈക്ലോൺ ആന്ധ്രാപ്രദേശ്, ഒറീസ. അത്രയും പഠിക്കുക. പേരും ഏത് പ്ലേസ് ആണെന്നുള്ളത് പഠിക്കുക. എർത്തുഗേക്ക് എവിടെയായിരുന്നു? ഇൻ ലാറ്റൂർ ഇൻ മഹാരാഷ്ട്ര. സുനാമി സദേൺ ഇന്ത്യൻ കോസ്റ്റ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസാസ്റ്റർ പാരഡിഗം. ഡിസാസ്റ്റർ പാരഡിഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മാതൃക അല്ലെങ്കിൽ അതിന്റെ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, ദെൻ നോക്കാം നമുക്ക്. D4 എന്താണ്? ഡിറ്റക്ഷൻ. I4 ഇൻസിഡന്റ് കമാൻഡ്. S for safety and A for assess hazard, S for support, T for triage and treatment, E for evacuation and R for recovery. കണ്ടോ, ഡിസാസ്റ്റർ പാരഡിഗം പഠിക്കണം. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റക്ഷൻ. എന്താണ്? ഡിറ്റക്ട് ചെയ്യാന്ന് പറയുന്നത് അത് കണ്ടെത്തുക, ഏത് തരം ദുരന്തമാണെന്ന് കണ്ടെത്തുക. ഐ ഇൻസിഡന്റ് കമാൻഡ്. ഇൻസിഡന്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡന്റ് കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്, ആ കമാൻഡ് അനുസരിച്ചിട്ടാണ് കംപ്ലീറ്റ് മാനേജ്മെന്റ്സും, അതായത് റിക്കവറിങ് നടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ കമാൻഡ്, ഇൻസിഡന്റ് കമാൻഡർ ഉണ്ട്, അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഹോൾ ഡിസാസ്റ്ററും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റാഫുകൾ നിൽക്കണം, ഏതൊക്കെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ് കേട്ടോ. ഓക്കെ, then S for safety and security അല്ലെ. S എന്താണ്? സേഫ്റ്റി, സുരക്ഷ അല്ലെ. then A for assess hazard. അപകടം വിലയിരുത്തണം അല്ലെ, എത്രത്തോളം അപകടം ഉണ്ടെന്ന് അത് വിലയിരുത്തുക. then S for എന്താണ്?
എസ് ഇവിടെ ഒരുമിച്ച് എടുക്കാം കേട്ടോ. സപ്പോർട്ട്, അപകടത്തിൽപ്പെട്ടവർക്ക് സപ്പോർട്ട് കൊടുക്കുക. T4 എന്താണ്? ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്. ട്രയേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സിവിയറിറ്റി നോക്കിയിട്ട് പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, ട്രയേജ്. ഇവാക്യുവേഷൻ. ഇവാക്യുവേഷൻ എന്താണ്? ഇവാക്യുവേഷൻ അത് ഒഴിപ്പിക്കൽ അല്ലെ, അത് ഡിറ്റക്ട് ചെയ്യൽ. Then റിക്കവറി. റിക്കവറി എന്താണ്? വീണ്ടെടുക്കൽ അല്ലെ. ആ ഒരു മാനേജ്മെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ് ചെയ്തതിനു ശേഷം തന്നെ എല്ലാം പഴയ അവസ്ഥയിലോട്ട് തന്നെയാകും അല്ലെ. ഇതാണ് റിക്കവറി എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ പാരഡിഗം നിർബന്ധമായിട്ടും ഓരോ ലെറ്റേഴ്സും കാണാതെ പഠിക്കണം കേട്ടോ. പ്രാവശ്യം 2-3 പ്രാവശ്യം മനസ്സിലാക്കി പഠിച്ചാൽ മതി, ഇതിനെ മറക്കൂല. ഓക്കെ. T for detection, I for incident command, S for safety and security, A for assess, S for support, T for triage, E for evacuation and R for recovery. Okay, clear ആണോ? Clear. Yes. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് need for disaster management plan in hospitals. എന്തിനാണ് നമ്മൾക്ക് ഹോസ്പിറ്റൽസില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആവശ്യം? എന്തിനാണ്? നിർബന്ധമായിട്ടും ആവശ്യമുള്ള കാര്യമാണ് അല്ലെ. നമുക്കറിയാം, ഒരു ദുരന്തം സംഭവിക്കുന്ന വേളയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടർ വഹിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. Hospital plays a crucial role in healthcare infrastructure. പ്രത്യേകിച്ച് ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ഹോസ്പിറ്റലിൽ നിറഞ്ഞു തിങ്ങി ഓരോ പേഷ്യൻസും അല്ലെങ്കിൽ പല പല കേസുകളൊക്കെ കൊണ്ടുപോകുന്ന ആംബുലൻസസ് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങളെ ന്യൂസില്? ഓക്കെ. ഇപ്പൊ ഇത് ഒരു പ്ലാൻ ചെയ്യാണ്ടാണോ നടക്കുന്നത്? പ്ലാൻഡ് ഇവന്റ്സ് ആണ്. കാരണം ഓൾറെഡി ഇത് പ്രിപ്പയർഡ് ആയിരിക്കും ഹോസ്പിറ്റല്. ഓക്കെ. അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ ഫോർ സേവിംഗ് ലൈഫ്സ്. They also provide 24/7 emergency care service and hence public receive is our main resources for diagnosis, treatment and follow-up for both physical and psychological care. നമുക്കറിയാം ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് ഇത്തരമുള്ള സിറ്റുവേഷൻസിൽ എന്താണ് 24 മണിക്കൂർ കൊടുക്കുന്ന സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവൻ ലൈഫ് സേവ് ചെയ്യാവുന്ന ഒരു ഉത്തരവാദിത്വമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ ആവശ്യമുള്ള റിസോഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വരുന്ന പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്ത് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുത്ത് ഫോളോ അപ്പ് കൊടുത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള എല്ലാത്തരം കെയർ കൊടുത്ത് ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു പ്രധാന കേന്ദ്രമാണിത് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡ്സ് എമർജൻസി കെയർ and hence when a disaster hits, the society falls back upon the hospital to provide instant and secure the form of emergency medical care. Whenever a hospital or a healthcare facility is met by a situation where it has to provide care to a large number of patients in a limited time, which is beyond its normal capacity, constitute disaster for the hospitals. ടീച്ചറെ ചുരുക്കി പറയും, ഇത്രയും പറയുന്നുള്ളൂ. എന്താ പറയുന്നത്? നമുക്കറിയാം, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് ഒന്നോ രണ്ടോ ആളാണോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? 1-2 പേരാണോ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നത്? പേഷ്യൻസിന്റെ ഓവർഫ്ലോ ആയിരിക്കും അല്ലെ. അതായത് നമ്മുടെ ഒരു എക്സസീവ് കപ്പാസിറ്റിയിൽ കൂടുതൽ, നോർമൽ കപ്പാസിറ്റിയിൽ കൂടുതൽ പേഷ്യൻസ് ആയിരിക്കുള്ളൂ ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നു ചേരുന്നത് അല്ലെ. അപ്പൊ അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള വിഭവങ്ങളാണ് പേഷ്യൻസിനെ ചികിത്സിക്കാനുള്ളതുണ്ടെങ്കിൽ എന്താണ്, വരുന്ന മിക്ക പേഷ്യൻസ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി ആ ഒരു ചികിത്സ കിട്ടാതെ തന്നെ മരണപ്പെട്ടേക്കാം അല്ലെ. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇത്തരം ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് സഡൻ ആയിട്ട് നടക്കുന്ന എന്ത് തരം ഇവന്റ്സ് ഉണ്ടായാലും പ്രത്യേകിച്ച് എന്താണ്, hospital disaster management gives opportunity to plan, prepare, and when needed enables a rational response in the event of disaster, mass casualty incidents. അതായത് നമ്മൾക്ക് നോർമൽ കപ്പാസിറ്റിയിലും കൂടുതൽ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഒരു ഹോസ്പിറ്റൽ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പലരുടെയും ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, പലർക്കും ചികിത്സ കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും സാധിക്കുകയുള്ളൂ.
ഹോസ്പിറ്റൽ ഒരു പ്ലാനും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എന്താണ് നമുക്ക് അറിയാനായിട്ട് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. Okay, yes. They can overwhelm the hospital resources, staff, space, or supplies. Lack of tangible plan for fallback upon in times of disaster leads to a situation where there are many sources of command, many leaders, and no united effort to solve the problem. Okay, അപ്പൊ ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റൽ ഇപ്പോഴും എന്താണ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ റിസോഴ്സസ് ഉണ്ടായിരിക്കണം, മതിയായ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം, ആവശ്യത്തിനുള്ള സ്പേസ്, ആവശ്യത്തിനുള്ള സപ്ലൈസ്, ഇതെല്ലാം തന്നെ പ്രിപ്പയർഡ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് വരുന്ന പേഷ്യൻസ് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അവിടെ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് മറ്റുള്ളവർ ആരെങ്കിലും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെ, മറ്റു കമാൻഡേഴ്സിനോ ലീഡേഴ്സിനോ ഒന്നും നമ്മൾ അറിയിച്ചിട്ട് കാര്യമില്ല. ഹോസ്പിറ്റൽ ഓൾറെഡി പ്രിപ്പയർഡ് ആവാതെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ നമ്മൾ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ എന്തുണ്ടായിരിക്കണം, ഒരു എമർജൻസി പ്ലാൻ തയ്യാറാക്കിയിരിക്കണം അല്ലെ. All the hospital emergency plan have primary features of defining the command structure in their hospital. എന്ത് തരം ഡിസാസ്റ്റർ സംഭവിച്ചാലും അതിനെ നേരിടാനായിട്ടുള്ള ഒരു എമർജൻസി പ്ലാൻ ആര് തയ്യാറാക്കിയിരിക്കണം? ഹോസ്പിറ്റൽസ് അല്ലെ. ഓരോ ഹോസ്പിറ്റൽസും തയ്യാറായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് തയ്യാറാക്കിയിരിക്കണം? ഒരു ഡിസാസ്റ്റർ സെനാരിയോസ്. ഡിസാസ്റ്റർ സെനാരിയോ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ തുടക്കം മുതൽ അവസാനം വരെ അതെങ്ങനെ ചെയ്തു തീർക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. ആ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകതരമായിട്ടുള്ള മറ്റു പ്രൊസീജിയേഴ്സ് കൂടി അവിടെ അലേർട്ട് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ പേഷ്യൻസ് അല്ല എത്തുന്നത്, എക്സസീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിന്റെ ഓവർഫ്ലോ ആയിരിക്കും, മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. അതായത് നമുക്ക് എണ്ണാൻ സാധിക്കാത്ത അത്രയും പേഷ്യൻസ് പല കണ്ടീഷൻസിൽ എത്തിച്ചേരാം. അപ്പോൾ ഹോസ്പിറ്റലിന് ആവശ്യത്തിലുള്ള സ്റ്റാഫുകളും സപ്ലൈസുകളും ആവശ്യമാണ് അല്ലെ. അപ്പൊ അതില് എന്താണ് അത് നേരിടണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്ലാൻ അനുസരിച്ചിട്ട് പ്രിപ്പയർഡ് ആവാനും വരുന്നവർക്ക് നല്ല രീതിയിൽ ചികിത്സ കൊടുത്തവരെ വീണ്ടെടുക്കാനും സാധിക്കുക. ഓക്കെ, അതില്ലാത്ത പക്ഷം ഹോസ്പിറ്റൽ എന്താണ് അത്തരം സിറ്റുവേഷൻസിനെ സഫീഷ്യന്റ് ആയിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാതെ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽസിന് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അത്ര അതിൽ പറഞ്ഞിട്ടുള്ളൂ കാര്യങ്ങൾ കേട്ടോ. ഇത് മനസ്സിലാവാതെ പിന്നീട് അങ്ങോട്ട് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇത് കാര്യം മനസ്സിലായെങ്കിൽ ഓക്കെ പറയാം. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഡിസാസ്റ്ററിന് 3 ഘട്ടങ്ങളുണ്ട്. ഫേസസ് ഓഫ് ഡിസാസ്റ്റർ. ഒന്ന് പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രീ ഡിസാസ്റ്റർ ഫേസ് ആ ദുരന്തത്തിന് തൊട്ട് മുമ്പ് ഹോസ്പിറ്റലില് ഇവാലുവേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇവാലുവേറ്റ് റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ ഡിസാസ്റ്റർ ഹിറ്റ്. ആ ഡിസാസ്റ്റർ നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഏത് തരം ഡിസാസ്റ്റർ ആണെങ്കിലും അതിന്റെ റിസ്കുകൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആർക്ക് ട്രെയിനിങ്സ് കൊടുക്കുക? സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഘട്ടമാണിത് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ആ ഒരു ഡിസാസ്റ്ററിന്റെ റിസ്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റാഫുകൾക്ക് നമ്മൾ എന്താണ് പ്രത്യേകമായിട്ട് പരിശീലനങ്ങൾ കൊടുക്കുന്നതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ദുരന്തം ഡെവലപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഓരോ ഇത്രയും ഓവർലോഡ് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്ന സമയം അല്ലെ, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ഘട്ടമാണ് എന്ത്? ഡിസാസ്റ്റർ ഫേസ്. അപ്പൊ ഇവർക്ക് ഓൾറെഡി ഇവിടെ ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ എന്താണ് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിസാസ്റ്റർ ഫേസ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ട്രെയിനിങ്സ്
സ്റ്റാഫുകൾക്ക് നമ്മൾ ഓരോ ഡ്യൂട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് the period after a disaster has occurred. അല്ലെ, ഡിസാസ്റ്ററിന് ശേഷമുള്ള ഒരു ഘട്ടമാണെന്ത്? പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. അതിനുശേഷമുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ് ഉണ്ട് അതില്. അതെല്ലാം തന്നെ ഏത് ഫേസിൽ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ പരിശീലിച്ചതിന് ശേഷമാണ് ഈ രണ്ട് ഘട്ടങ്ങളും നമ്മൾ നേരിടുന്നത് കേട്ടോ. അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്താണ്? ട്രെയിനിങ്സ് ആണ്. ഓരോ സ്റ്റാഫുകൾക്കും വ്യക്തമായ രീതിയിലുള്ള ട്രെയിനിങ്സ് അല്ലെങ്കിൽ മോക്ക് ഡ്രിൽസ് എന്നൊക്കെ പറയും നമ്മൾ. ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ കാണിച്ച ഒരു റിയൽ സിറ്റുവേഷൻ ആയിട്ട് തന്നെ അത് പരിശീലിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ദുരന്തങ്ങളും നേരിടുന്നതും അത് റിക്കവർ ചെയ്യുന്നതും കേട്ടോ. ഓക്കെ, 3 ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലായോ? ഓക്കെ, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിലൊന്നും എഴുതിയിട്ടില്ലല്ലോ, അത് എഴുതിക്കോട്ടോ. The period after a disaster has occurred. എഴുതിക്കോളൂ. The period after a disaster has occurred. The period after a disaster has occurred. OCCURED. Occurred. എഴുതിയോ? ഇനി ഓരോ ഘട്ടത്തിൽ നടക്കേണ്ട പ്രൊസീജിയേഴ്സും പോളിസീസും ഒക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. എഴുതിയില്ല അത് എന്താണ്? The period after a disaster has occurred. OCCURED. ഓക്കെ, ഇത് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ട്രെയിനിങ്സ് ആണ്, ആരൊക്കെയാണ് ആ കമ്മ്യൂണിറ്റീസിലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? ഡിസാസ്റ്റർ ഫേസില്. നമ്മളിവിടെ പ്രിപ്പയർഡ് ആവണം. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ ദുരന്തത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവണം. ദുരന്തത്തിൽ എങ്ങനെ ബിഹേവ്, എങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം ഡിസാസ്റ്റർ ഘട്ടം നടക്കുമ്പോൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഡിസാസ്റ്റർ ഫേസില് വരുന്നത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതാ $24 ആയിട്ടോ. താങ്ക് യു. Okay, thank you. Thank you. Have a nice day.